ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മിനി വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ്, കൂടാതെ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്, ബോണ്ടുകൾ, ഡെറിവേറ്റീവ്സ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് സീരീസ് എത്രയും പെട്ടെന്ന് റീബൂട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ നല്ല വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത് തന്നെ. പക്ഷേ കുറച്ചുകൂടി ചാനൽ വലുതായ ശേഷമായിരിക്കും കൂടുതൽ വീഡിയോസ് ആ സീരീസിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഷെയർ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്തവർ ഷെയർ മാർക്കറ്റിനെ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ കരുതാം. അതായത് നമ്മുടെ കയ്യിലൊരു അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങണം. അങ്ങനെയുള്ള വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു പ്ലേസാണിത്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാനോ വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് പ്ലേസ്, ആ രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഐ പി ഒ വഴിയോ മറ്റോ വാങ്ങിയ സ്റ്റോക്കുകൾ ആയിരിക്കാം അത്. അങ്ങനെയുള്ള അസറ്റുകൾ നമുക്കിപ്പോൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് പ്ലേസാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കൂടാതെ നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി വാങ്ങാനും വിൽക്കാനും പറ്റും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനമായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒന്നുകിൽ കമ്പനികളുടെ ഷെയർസ്, അതായത് സ്റ്റോക്കുകളായിരിക്കാം, അതുകൂടാതെ ഡെറിവേറ്റീവുകളായിരിക്കാം, ബോണ്ടുകളായിരിക്കാം, മ്യൂച്വൽ ഫണ്ടും ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇനി ഷെയർ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങാനോ വിൽക്കാനോ താല്പര്യമുള്ളവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു സ്റ്റോക്ക് ബ്രോക്കറിനടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എന്നിവ തുടങ്ങേണ്ടതാണ്. രണ്ടും സെപ്പറേറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് നമ്മുടെ ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളതാണ് ഡിമാറ്റ് അക്കൗണ്ട്. രണ്ടും സെപ്പറേറ്റ്. ഈ രണ്ട് അക്കൗണ്ടും നമ്മളൊന്നിച്ച് തുടങ്ങാൻ പറ്റും. ഞാനിപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ ഫയർസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. ഓക്കെ, പിന്നെ എന്നോട് ചിലർ വാട്സപ്പായി ചോദിക്കുന്നുണ്ട്, ഒന്നും അതായത് പുതിയ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് എത്ര ഏജ് ആവേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെല്ലാം എലിജിബിലിറ്റി ഷെയർ മാർക്കറ്റിൽ ചെയ്യണമെങ്കിൽ. അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞാൽ പാൻ കാർഡ് എടുക്കാനുള്ള ഏജ് ആയിരിക്കണം. അതായത് പാൻ കാർഡ് നിർബന്ധമാണ് ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ ഏകദേശം 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പിന്നെ ആധാർ കാർഡ് വേണ്ടി വരും. ആധാർ കാർഡ് നിർബന്ധമല്ല, ഏതെങ്കിലും ഒരു ID പ്രൂഫും മതി. പക്ഷേ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാനും വേണ്ടി. പിന്നെ പാൻ കാർഡ് മസ്റ്റാണ്. പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് അവരുടെ പേരിലുള്ള, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഏജ് ആയാൽ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റിന് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഒരു പ്രത്യേക ഇൻകം ഇല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ 18 വയസ്സായിട്ട് പാൻ കാർഡ് ഉള്ള ആളായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി പ്രൈമറി മാർക്കറ്റ് പറഞ്ഞാൽ ഒരു കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി IPO വഴി പ്രൈമറി മാർക്കറ്റ് വഴിയാണ് ഫണ്ടുകൾ റൈസ് ചെയ്യുന്നത്. അതായത് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് പല കാര്യങ്ങളായിരിക്കാം. നമുക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യത്തിനും വേണ്ടി ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കമ്പനി വികസിപ്പിക്കാനായിരിക്കാം, ചിലപ്പോൾ പ്രത്യേക ഓർഡറിന് വേണ്ടി വലിയ ഫണ്ട് കണ്ടെത്താനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു പാർട്ട്ണറിന് മാറ്റി വേറെ ആളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ പാർട്ട്ണറിന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ആ പാർട്ട്ണറിനെ ഒഴിവാക്കാൻ, അങ്ങനെ പല കാര്യത്തിനും വേണ്ടി നമുക്ക് പൈസ കൂടുതലായിട്ട് ആവശ്യം വരും പല കമ്പനികൾക്കും. അപ്പോൾ അവരെന്താക്കും, ഇത് സാധാരണ ജനങ്ങളിൽ നിന്ന് പല രീതിയിൽ അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാം. ഒന്നുകിൽ കടം എടുക്കാം, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കണം. അതേപോലെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് IPO എന്നുള്ളത്. അപ്പോൾ കമ്പനികൾ ഒരു നിശ്ചിത ശതമാനം ഓഹരികൾ, അവരെ മൊത്തം കമ്പനിയുടെ ഷെയറിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഓഹരികൾ പബ്ലിക്കിനായിട്ട് ഇഷ്യൂ ചെയ്യും. അത് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ വാങ്ങാം. ഷെയർ മാർക്കറ്റ്, അതായത് പ്രാഥമിക മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് വഴി IPO വഴി വാങ്ങാൻ പറ്റും. അങ്ങനെ അവർക്ക് ഫണ്ടും കിട്ടും. ഇപ്പോൾ സാധാരണക്കാർക്ക് ആ കമ്പനിയുടെ ഷെയറും കിട്ടും. അങ്ങനെ IPO ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഇങ്ങനെ IPO വഴി ഇഷ്യൂ ചെയ്യുന്നതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ടുണ്ട്. അത് നമുക്ക് IPOനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നോക്കാം. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് IPOക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പാൻ കാർഡിന് ബേസിലാണ് ചെയ്യുന്നത് IPO. അതായത് ഒരു പാൻ കാർഡിന് ഒരു അപ്ലിക്കേഷൻ ആയിരിക്കും മിക്കവാറും. അപ്പോൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് പലരും പല പാൻ കാർഡ് വഴി, അവരുടെ ഫാമിലീൻ്റെ പേരിലും പലരും ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി പല അക്കൗണ്ട് വഴി അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടും. നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ IPO കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഷെയർസ് കിട്ടണമെന്നില്ല. അങ്ങനെ ചിലർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇപ്പോൾ ഫാമിലിൻ്റെ പേരിലും പല അക്കൗണ്ട് വഴി അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഓക്കെ,
ഇങ്ങനെ അതായത് IPO വഴി നമുക്ക് കിട്ടിയ ഷെയർസ് പിന്നീട് വിൽക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടിയാണ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് അവർ ഷെയർ ഈ NSEയിലോ BSEയിലോ കൊണ്ടുവന്ന്, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്സ്ചേഞ്ചുകൾ അത് 2ആണ്, അതിൽ അവർ ലിസ്റ്റ് ചെയ്യും. ആ മാർക്കറ്റ് വഴി നമുക്ക് ഈ ഷെയർസുകൾ സെല് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കിട്ടാത്തവർക്ക് വാങ്ങാനോ പറ്റും. അതായത് ഈ കമ്പനികളുടെ ഷെയറുകൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാനും വിൽക്കാനും വേണ്ടി ഉള്ളൊരു മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. നമ്മൾ നോർമലായിട്ട് കാണുന്ന മാർക്കറ്റ് ഇതാണ് ഇപ്പോൾ പ്രധാനമായിട്ട്. ഇതുവഴി നമുക്ക് ഈ പ്രൈമറി മാർക്കറ്റിൽ കിട്ടിയ ഷെയറുകൾ വിൽക്കാനും പറ്റും, വാങ്ങാനും പറ്റും. ഈ മാർക്കറ്റുകളെ പൂർണ്ണമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടായിരിക്കും. അതായത് ഷെയർ മാർക്കറ്റ് മൊത്തമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് SEBI. അതിനെപ്പറ്റി നമ്മൾ ചെറിയ രീതിയിൽ ലാസ്റ്റ് പറയാം. ഓക്കെ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ഷെയർ മാർക്കറ്റ് വഴി നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. അതായത് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റോക്കുകളുടെയും കമ്മോഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിലും ഫ്ലക്ച്വേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് അത്രയായിട്ടാണ് ഡെറിവേറ്റീവ്സ് ആദ്യം ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് അത് സ്പെക്കുലേഷന് വേണ്ടി നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓപ്ഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള കോൺട്രാക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബോണ്ടുകൾ ഗവൺമെൻറ് ബോണ്ടുകളും കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളും ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. ബോണ്ട് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ, അത്രയേ ഉള്ളൂ. കമ്പനികൾ കടമെടുക്കും, ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് കടമെടുക്കും, അതിനെ ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് എന്തെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് പല ആൾക്കാരിൽ നിന്നും ഒരു എമൗണ്ട് ഒരു കമ്പനി കളക്ട് ചെയ്തിട്ട് അവർ അത് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ബോണ്ടുകളിലോ നിക്ഷേപിക്കും. അത് ഹാൻഡിൽ ചെയ്യാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു സീരീസ് ചെയ്യാം. എന്നിട്ട് അതിനെ ഇവർ മൊത്തം ഇതിനെ പല ഈ അതായത് ചെറിയ യൂണിറ്റ്സ് ആയിട്ട് മാറ്റും. അങ്ങനെ നമ്മൾ വാങ്ങുന്നത് മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത് ഈ മ്യൂച്വൽ ഫണ്ട് ഓരോ യൂണിറ്റ്സാണ്. അപ്പോൾ ആ യൂണിറ്റ്സിൻ്റെ NAV കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടും. അതായത് ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയ സ്റ്റോക്കിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് അവർ യൂണിറ്റിൻ്റെ പ്രൈസ് കൂടും. അതിനനുസരിച്ച് യൂണിറ്റിൻ്റെ പ്രൈസ് അതായത് NAV കൂടും. അതിനനുസരിച്ച് നമ്മുടെ ലാഭമോ നഷ്ടമോ വരും. അത് ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ അതിന് റിസ്ക് കൂടുതലായിരിക്കും. അതായത് അത് ഫ്ലക്ച്വേഷൻ നല്ല രീതിയിലും നടക്കും. ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസ്ക് കുറവായിരിക്കും. ഇനി ലാസ്റ്റ് പറയാനുള്ള SEBI ആണ്. SEBI എന്ന് പറയുന്നത് ഈ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡാണ്. അതായത് ഒരു ഓട്ടോണമസ് ബോർഡാണ് ഇത്. ഇവരുടെ പ്രധാന ഉദ്ദേശങ്ങളൊന്ന് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള വികസനം, അതായത് കൂടുതൽ നല്ല ഇൻസ്ട്രുമെൻറ്റും എല്ലാ കാര്യങ്ങളും ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന സമയത്തും എല്ലാത്തിനും ഇവരുടെ അംഗീകാരം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിലായിട്ട് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളും ഇവർ തന്നെയാണ്. ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. രജിസ്റ്റേഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ആയാലും രജിസ്റ്റേഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുടെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ ഇതിനെപ്പറ്റി എന്തെങ്കിലും കംപ്ലയിൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി ഇവരുടെ ഇതിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയമുള്ളവർ ആ ഒരു വെബ്സൈറ്റ് കൂടി സന്ദർശിച്ചാൽ നമുക്ക് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് വീഡിയോ നീണ്ടുപോയി. നമ്മൾ മിനി സീരീസ് ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ തീരുമാനിച്ചത് വെറും 3 മിനിറ്റിൽ ഒതുക്കണമെന്നാണ്. പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ വായിപ്പോയി. അത് പ്രശ്നമില്ല, അത്യാവശ്യം കാര്യങ്ങൾ വിവരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ അപ്സ്റ്റോക്സിലോ ഫയേഴ്സിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.